ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഡൽഹിയിൽ പോകണം, ഡൽഹി ഫേമസ് ആയിട്ടുള്ള ജമാ മസ്ജിദ് സ്ട്രീറ്റിലെ ഫേമസ് ഫുഡ് സ്പോട്ട് എല്ലാം കവർ ചെയ്യണമെന്ന് ഒട്ടുമിക്ക എല്ലാ ഫുഡീസിനും പോലെ എൻ്റെയും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. നമ്മളാണെങ്കിൽ കുറച്ച് പ്രാവശ്യം ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 2 ദിവസത്തെ പരിപാടി ആയിരിക്കും. അല്ലാണ്ട് ഡൽഹിയിൽ നമുക്ക് ഫുഡ് വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹി ജമാ മസ്ജിദ് സ്ട്രീറ്റ് കവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ആദ്യത്തെ ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. ഡൽഹിയിലത്തെ ആദ്യത്തെ ഫുഡ് എക്സ്പ്ലോറിങ് നമ്മൾ തുടങ്ങുകയാണ്. കണ്ട, നമ്മൾ ജമാ മസ്ജിദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റിൽ തന്നെയാണ്. ഇവിടെ വണ്ടി പോകില്ല, റിക്ഷയിലേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ഹായ് തരോ റിക്ഷ ഒക്കെ എടുത്ത് ജമാ മസ്ജിദിലേക്ക് പോകണം. ഒരുപാട് ഫുഡ് സ്പോട്ടുള്ള സ്ട്രീറ്റാണ്, ഒരുപാട് ഫേമസ് ഫുഡ് സ്പോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കളവുകൾ നടക്കണ സ്ഥലമാണ്. സൂക്ഷിച്ചോട്ടോ വയസ്സേ, ആൾക്കാർ കുറേ കള്ളന്മാരുള്ള സ്ട്രീറ്റാണിത്. ബാഗൊക്കെ ഫ്രണ്ടിൽ ഇട്ടിട്ടാണ് ആൾക്കാർ നടക്കുക തന്നെ. നമുക്ക് സ്ട്രീറ്റിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് നോക്കി നോക്കാം. ഒരാൾക്കാരാണോ എന്റെ മോന്, നമ്മൾ ഹൈദരാബാദിൽ നിന്നാണ് ചാർമിനാറിനേക്കാ തിരക്കില്ലേ, നിറച്ച ആൾക്കാരിട്ടാ. ചിലപ്പോ ഈ നോമ്പ് തുറന്ന സമയം നോക്കിയാണ് ഒരുപാട് ആൾക്കാർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓ, ഒരുപാട് ആൾക്കാർ നോക്കി എന്റെ മോന്. വായോ വായോ വായോ, ഫുഡ് കഴിക്കാൻ പോവാ, നല്ല വിശപ്പില്ലേ, വാ വാ വാ. എന്താലേ ജമാ മസ്ജിദ് പോലുള്ള ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് അങ്ങോട്ട് കാണിച്ചു നോക്കിയേ എന്തോരം ആൾക്കാരാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മുഹമ്മദ് ഖാൻ സർബത്ത് കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണത്. വേറെ ഒന്നുമില്ല, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പ്യുവർ മാർക്കറ്റിംഗ് പ്രസന്റേഷൻ സ്കില്ല് നല്ല അടിപൊളിയായിട്ട് അവർ പ്രസന്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പോട്ടിനെ പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. വന്നപ്പോൾ ആ ഒരു ക്രൗഡ് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് കയറിയത്. പുള്ളിയുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണത് എല്ലാം അടിപൊളിയാണ്. അതന്നെയാന്ന് തോന്നുന്നത് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രത്യേകത ഇല്ലാത്ത ഈ ഒരു ഡ്രിങ്ക്, ഈ ഡ്രിങ്കിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണത്, അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു ബുദ്ധി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ട്രീറ്റിലേക്ക് നടന്ന് കേറിയിട്ടേ ഉള്ളൂ, ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. ഷോ, ആൾക്ക് കുറെ ഫാൻസ് ഉണ്ട് തോന്നുന്നുണ്ടല്ലേ. വാ, നമുക്ക് അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോവാം. എന്റെ മോനെ, ഹോണടിച്ച് പോണുണ്ടോ, നിറച്ച ആൾക്കാരാട്ടാ, ഒരു രക്ഷയില്ല. നമുക്ക് ഓരോരോ ഫുഡ് സ്പോട്ടിൽ നിന്ന് ഫുഡുകൾ കഴിച്ചു നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഫുഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാ മസ്ജിദിന്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഖുറൈശി കബാബാണ് കേട്ടോ. ഇതാണ് ഖുറൈശി കബാബ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കണം. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് 3 സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കാൻ പറ്റും, ഇവിടെ ഇരിക്കാൻ പറ്റും. ബാച്ചിലേഴ്സിലാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റും. ഫാമിലി സ്പേസ് ആണ് കേട്ടോ, ഫുൾ ഫാമിലി ക്രൗഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാ ഇവിടെയും ഫാമിലിയാണ്, ഇവിടെയും ഫുൾ ഫാമിലിയാണ്. ബാച്ചിലേഴ്സിന്റെ സ്ഥലമാണ് ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഒരുപാട് പേരെ കാണാൻ പറ്റും. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഇവരിത് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 2 മാസം മുമ്പ് എൻ്റെ ഫാമിലിയുടെ കൂടെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻസ്റ്റയിൽ മാത്രം സ്റ്റോറി ഇട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇവിടുത്തെ മട്ടൻ കബാബും ചിക്കൻ കബാബാണ് ഓർഡർ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെയും കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇപ്രാവശ്യം പണി പാളിയോ എന്നൊരു സംശയമുണ്ട്. ഭയങ്കരമായിട്ട് ഉപ്പ് കൂടിയ പോലെ ഒരു ഫീൽ തോന്നി. അതുകൊണ്ട് തന്നെ ഫുഡിന് എനിക്ക് വലിയൊരു ഹൈപ്പ് തരുന്നില്ല, വലിയൊരു സംഭവമായിട്ടും തോന്നിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആയിരുന്ന ഫുഡ് സ്പോട്ടാണ് ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. നമ്മുടെ അടുത്ത സ്പോട്ട് തൊട്ടപ്പുറത്തനായിട്ടുള്ള ഷാഹി തുക്ര ഖുറൈശി കബാബിന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച സ്ഥലത്തും, അതല്ലാണ്ട് നിങ്ങൾക്ക് ഇനി നിന്ന് കഴിക്കണമെങ്കിൽ, പെട്ടെന്ന് കഴിക്കണമെങ്കിൽ ഇതാ ഖുറൈശി കബാബിന്റെ ഒരു ചെറിയൊരു സ്റ്റോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ഇവിടുത്തെ ഷാഹി തുക്ര ഒന്ന് കഴിച്ചു നോക്കാം. ഇതാണ് ഫേമസ് ഷാഹി തുക്ര. നമുക്കിത് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. പൊളിയല്ലേ, സത്യം. നമ്മൾ എന്തായാലും ഇത്ര ദൂരം വന്നു, ഇവിടുത്തെ ഷാഹി തുക്ര മാത്രം കഴിച്ചു പോവാന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇനി വേറെ എന്തെങ്കിലും അടിപൊളി ഉണ്ടെങ്കിലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഐറ്റം ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, ഷാഹി തുക്ര വിത്ത് ഐസ്ക്രീമാണ് ഞാൻ ഓർഡർ ചെയ്തത്. സംഭവം എന്താ വെച്ചാലേ, ഷാഹി തുക്ര ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇവരുടെ ഐസ്ക്രീമിന് വലിയ ക്വാളിറ്റിയുള്ള ഐസ്ക്രീം അല്ല, സാധാ ലോക്കൽ ഐസ്ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഷാഹി തുക്ര അപ്പം പിടിച്ചു നിൽക്കണില്ല. അതുകൊണ്ട് തന്നെ ഷാഹി തുക്ര മാത്രം ഓർഡർ ചെയ്താൽ മതി. വേറെ ഒന്നും കഴിക്കാണ്ടിരിക്കണമായിരിക്കും നല്ലത്. ഇനി നമ്മൾ വെറുതെ ഒരെണ്ണം നല്ലതായിട്ട് ബാക്കിയുള്ളതൊക്കെ കുറ്റം പറയുമ്പോൾ നെഗറ്റീവ് ആവുമല്ലോ. അതിനെക്കാട്ടും നല്ലത് ഇവിടുത്തെ പ്രധാന താരമായിട്ടുള്ള ഷാഹി തുക്ര മാത്രം ഓർഡർ ചെയ്യുക. കിഡിലും ടേസ്റ്റ് ആണ്. എന്താണ് അവസ്ഥ? ചെന്നൈ തോൽക്കോ വായോ വായോ. അതല്ലടാ, ഇത് കഴിച്ച 2 സ്പോട്ടിൽ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാ ഷാഹി തുക്ര. അപ്പൊ നമ്മുടെ കബാബ എനിക്ക് വലിയൊരു സംഭവം തോന്നുന്നു. കാരണം എന്താ, ഉപ്പുള്ളതുകൊണ്ടല്ലേ? എനിക്ക് തോന്നുന്നു നമ്മള്
ഈ മീറ്റില്ലേ ആ ഓയിൽ കൂടി പോയോണ്ടാണോ? ഓയിൽ കൂടി പോയതിന്റെ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സെയിം ഫുഡ് സ്പോട്ടിൽ വന്നിട്ട് എനിക്ക് അത്രയും ഇഷ്ടമായി ഫുഡ് സ്പോട്ടാ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ റമദാന്റെ ക്രൗഡ് കൊണ്ടൊക്കെ ആയിരിക്കണം. അതതിനായിരിക്കുമല്ലോ റമദാനിലെ ഈ ക്രൗഡ് കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഗംഭീര ഫുഡ് സ്പോട്ടാണിത്. നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിൽ പോവാം. ഓക്കെ, ഈ ഒരു തിരക്ക് കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും ജമാ മസ്ജിദ് സ്ട്രീറ്റിന്റെ പ്രധാന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്നാ നിങ്ങൾക്ക് തെറ്റി. നമ്മളിപ്പോൾ ജമാ മസ്ജിദ് സ്ട്രീറ്റിന്റെ എൻട്രൻസിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എൻട്രൻസിന്റെ അവിടെ ഒക്കെ എത്രത്തോളം തിരക്കുണ്ടെന്ന്. നമ്മള് ജമാ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെയിൻ ഫുഡ് സ്ട്രീറ്റിൽ കടക്കാൻ പോകും. ഓയ്സ് റെഡി അല്ലേ? കടന്നോക്കാം. തലവേനൊക്കെ ഉണ്ട് നന്നായിട്ട്. ചിലപ്പോ നമുക്ക് നോക്കി നോക്കാം, എങ്ങനെയിട്ട് നോക്കാം. ചാർമിനാറിനേക്കാൾ അല്ലെങ്കിൽ നമ്മളുടെ ഇതേതാണ് സ്ഥലം? നമ്മുടെ ബാംഗ്ലൂരുള്ള കോർമംഗലേക്കാൾ തിരക്കുള്ള സ്ഥലം. എന്റെ പോലെ നോക്കി, കോറമംഗലം ഒന്നുമില്ല. കോറമംഗലൊക്കെ ചെറിയ സ്ഥലത്താണ് ഇത്ര ക്രൗഡ്. ഫുൾ ആൾക്കാർ ആളെന്താ പറഞ്ഞ ഒരാള് സ്കൂട്ടറിൽ വെച്ചിട്ട് പറയാണ് സൂക്ഷിച്ച് പിടിച്ചു, അല്ലെങ്കിൽ ആൾക്കാർ തട്ടിപ്പറിച്ചോണം. ഒരുപാട് കള്ളന്മാരുള്ള സ്ഥലമാണ് കേട്ടോ. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. എന്താണെന്ന് അറിയില്ല, നമ്മൾ പൊതുവെ ഒരു ഫുഡ് സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് സ്പോട്ട് കവർ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോകാറ്. പക്ഷെ ഗംഭീര തലവേദന ആയതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ സമയം 1:30 നമ്മൾ ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ജമാ മസ്ജിദിലേക്ക് പോയത് യൂബറിൽ നിന്നാണ്. അപ്പം ഞാൻ ഒരുപാട് ഇലക്ട്രിക് കാറ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണ കണ്ട്. അപ്പൊ അത് കണ്ടപ്പോ അതേതാ ആപ്പ് ഏതാ? ബ്ലൂ സ്മാർട്ട് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഞാൻ വോയിസിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത്. വേറെ ഒന്നല്ല, യൂബർ പോലെ അല്ല. ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നമ്മൾ റിസർവ് ചെയ്താൽ മാത്രമാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? എങ്ങനെയാണ് സംഭവം? അതായത് എക്സ്പ്രസ് ഉണ്ട്, പക്ഷെ അത് 20 മിനിറ്റ് എടുക്കും എത്താൻ. പിന്നെ റിസർവേഷൻ ആണ്. നമ്മളിപ്പോ വിചാരിക്കണം നമുക്ക് ഒരു 9 മണിക്ക് വീട്ടിൽ നിന്ന് വിചാരിച്ചാൽ 9 മണിക്ക് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് മുന്നേ ഒരു നേരത്തെ വന്നവിടെ നിൽക്കും. നമുക്ക് എപ്പോഴും കൊണ്ട് അപ്പം പോവാം. വണ്ടിയിൽ ഫുള്ള് SOSന്റെ സംഭവങ്ങളാണ് കേട്ടോ. എവിടെ നമുക്ക് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അവരെ കമ്പനിയിലേക്ക് ഡയറക്റ്റ് ഇതിന്റെ ഇത് പോകും, നോട്ടിഫിക്കേഷൻ പോകും. അങ്ങനെ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് ഇതിലുണ്ട്. യൂബറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയാണ്? കമോൺ പറയൂ. അതായത് അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ യൂബറോലൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ റൈഡ് കിട്ടില്ല. ഇവരുടെ ഇതാണെങ്കിൽ 10-12 മിനിറ്റിനുള്ളിൽ തന്നെ വേറെ വണ്ടി വരും, നമ്മളവർ കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ലൊക്കേഷൻ ഇട്ടേക്കാൻ നമുക്കിപ്പോ വേറെ സ്ഥലത്ത് ഇറക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും അത് പറ്റില്ല. സെയിം ലൊക്കേഷനിൽ തന്നെ. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചു പോവാം. യൂബർ ഡ്രൈവർമാരെക്കാൾ എന്തുകൊണ്ടും കുറച്ചും കൂടി എന്താ പറയാ അല്ലെ, കുറച്ചുകൂടി നീറ്റ് ആയിട്ടുള്ള ഡ്രൈവർമാരാണ്, കുറച്ച് നല്ല ആൾക്കാരാണ്, പിന്നെ വൃത്തിയുള്ള കാറാണ്. അപ്പൊ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. ചില യൂബറിലൊക്കെ പോകണാകുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. അങ്ങനത്തെ രീതിയിലാണ് അവർ ഓടിക്കുക. അപ്പൊ നമ്മള് ജമാ മസ്ജിദ് എത്തി. ബ്ലൂ എന്ന ഇതിന്റെ പേര് ബ്ലൂ സ്മാർട്ട്സ്. എനിക്ക് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ചെറിയ മറവിയുണ്ട്. അപ്പൊ ബ്ലൂ സ്മാർട്ട് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. കുറച്ചും കൂടി എന്താ പറയാ പ്രിപ്പയർഡ് ആയിട്ടുള്ള ട്രിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ബ്ലൂ സ്മാർട്ട് ആണ്. കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ടൈമിൽ നമുക്ക് എത്താൻ പറ്റും. നമ്മൾ ബുക്ക് ചെയ്ത ടൈമിനേക്കാൾ 15 മിനിറ്റ് മുമ്പ് ഇങ്ങനെ അവര് അവിടെ വരും. നമ്മൾ വരുമ്പോൾ ഡോറ് പോലെ അവർ തുറന്നു തരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കിയേ, പുലർച്ചെ 2 മണിക്കുള്ള ജമാ മസ്ജിദാണ് കാണുന്നത്. ഒരുപാട് പേര് പറഞ്ഞത് ജമാ മസ്ജിദ് 4 മണി വരെ ഫുൾ ഓപ്പൺ ആണെന്നാണ്. നമുക്ക് ജമാ മസ്ജിദിൽ പോയിട്ട് ഏതൊക്കെ കാണാം 4 മണി വരെ നോക്കി നോക്കാം. അപ്പോ ഇതാണ് ബ്ലൂ സ്മാർട്ടിന്റെ കാർ കേട്ടോ. ഇവർക്ക് ഒല്ലേ യൂബർ ആയിട്ട് ഒന്നും ഓടാൻ പറ്റില്ല, കാരണം വണ്ടി ഫുള്ള് ബ്ലൂ സ്മാർട്ട് എന്നുള്ള സ്റ്റിക്കർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഫുൾ ഇലക്ട്രിക് കാറാണ്. ഓക്കെ, അപ്പൊ നമ്മള് ജമാ മസ്ജിദിന്റെ ബാരിക്കേഡിന്റെ അവിടെ നിർത്തിയിട്ടുണ്ടാവും. പോവാം, തലവനൊക്കെ മാറിയില്ലേ? അപ്പൊ ജമാ മസ്ജിദിലേക്ക് ഞങ്ങൾ പിന്നെയും റിക്ഷയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ലക്ഷറി റിക്ഷയാണ്. വയസ്സേ സൗണ്ട് എങ്ങനെയുണ്ട്? ജമാ മസ്ജിദിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക തരം ഹോണടി. ഇത് കേൾക്കുമ്പോ തന്നെ തലവേന എടുക്കണ്ടോ? ആദ്യ സീനാണ്. തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാലും പുലർച്ചെ 2 മണിക്കുള്ള തിരക്കാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കണത്. നമ്മ വിചാരിച്ചിട്ടുള്ള ഫുഡ് സ്പോട്ടിൽ പോവാം, ഫുഡ് അടിക്കാം. തിരക്കിന് കുറവൊന്നുമില്ലടാ. അവിടെ പരമാവധി പല ആൾക്കാരുണ്ട് മോനെ, നിറച്ച ആൾക്കാരുണ്ട് അവിടെ. ഖുറൈശി കബാബിലുള്ള തിരക്കൊക്കെ കുറച്ച് ഭേദമുണ്ട് അല്ലേ? ഷാഹിത്തക്കുട ഖുറൈശി കബാബ്
എല്ലായിടത്തും ആൾക്കാരുണ്ട്, ഒരു കുറവില്ല. നോക്കിയേ, ഇനി അടുത്ത 10 ദിവസം ഡൽഹി ജമാ മസ്ജിദ് റോഡ് ഫുൾ ഓൺ ആയിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എന്തായാലും നമ്മൾ നേരത്തെ മിസ് ചെയ്ത ഫുഡ് സ്പോട്ടുകൾക്കൊക്കെ പോവാം. ഓക്കെ, സത്യം പറയാല് കുറച്ചു നേരം റെസ്റ്റ് എടുത്തൊക്കെ വരുമ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ സുഖമായിട്ട് ഫുഡ് അടിച്ച് നടക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് റൂമിൽ പോയെങ്കിലും തിരക്കിന്റെ കാര്യത്തിൽ യാതൊരു കുറവില്ല. അപ്പൊ എങ്ങനെയാണോ തിരക്കുകൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ അങ്ങ് നേരെ പോയത് വേൾഡ് ഫേമസ് നവാബ് ഖുറേഷി മുഹമ്മദ് ഖാൻ സർവത്തിലേക്കാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു സ്ട്രീറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്ത് പല പല പേരിൽ പല പല പ്രസന്റേഷനിൽ ഒരുപാട് ആൾക്കാർ മുഹമ്മദ് ഖാൻ സർവത്ത് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതാണ് ഒറിജിനൽ. അത് നമുക്ക് ഇവിടുത്തെ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഗ്ലാസ്സിന് 60 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള പ്രോഡക്ട്സ് ആണ് ഇവർ യൂസ് ചെയ്യണത് തന്നെ. നമുക്ക് ഇത് എങ്ങനെയുണ്ട് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിട്ട് ഈ ഒരു ഫുഡ് സ്പോട്ടിലെ മുഹമ്മദ് ഖാൻ സർവത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ട്രീറ്റിൽ മൊത്തം വന്നിട്ട് ഈ ഒരു ഫുഡ് സ്പോട്ടിൽ മാത്രം വന്നാലും നിങ്ങൾക്ക് ആ ഒരു ടൈം വർത്ത് ആയിട്ടേ തോന്നുള്ളൂ. കാരണം അത്ര കിലൻ ടേസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല മധുരമുണ്ട്, നല്ല തണുപ്പുണ്ട്. സെയിം സാധനം തന്നെ, തണിമത്തം തന്നെയാണെങ്കിൽ കൂടെ ഇവിടുന്ന് കഴിക്കുമ്പോൾ ഒരു ഫീല് നെക്സ്റ്റ് ലെവലാണ്. മുഹമ്മദ് ഖാൻ സർവത്തൊക്കെ കുടിച്ച് ഫുൾ പോസിറ്റീവായി ഫുൾ വൈബായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. വേറെ ഒന്നുമല്ല, നമ്മളെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന 2 ഫുഡ് സ്പോട്ടും ഈ ഒരു ടൈമിൽ അടച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് നോർത്ത് ഇന്ത്യൻ വീഡിയോസിൽ KFC-നൊക്കെ വെല്ലുവിളിക്കുന്ന ഒരാള് ഒരു കടയുടെ ടേബിളിൽ ഇരുന്നിട്ട് ചിക്കൻ പൊരിക്കുന്ന വീഡിയോ ഭയങ്കര ഫേമസ് ആണ്. ആളെ ഞങ്ങൾ നേരത്തെ വന്നപ്പോഴും കണ്ടതാണ്. പക്ഷെ ആ കടയും പൂട്ടിയിരിക്കുകയാണ്. ഈ ആൾക്കാർ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് മുമ്പിൽ കൂടെ പോയ കഴുതകളാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് എന്തായാലും അടുത്ത ഫുഡ് സ്പോട്ടിൽ ഒന്ന് പോയോക്കാം. എന്തായാലും ഉറക്കൊഴിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ട്രീറ്റിലേക്ക് വന്ന് നാളെ നോമ്പെടുക്കാൻ വേണം. മുഹമ്മദ് ഖാൻ സർവത്ത് മാത്രം കുടിച്ച് നോമ്പെടുക്കാൻ പറ്റില്ല, ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. നമ്മൾ ഇന്നാണെങ്കിൽ അത്ര ഹെവി ആയിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി സ്പോട്ടിൽ കൂടി ഒന്ന് പോവാന്ന് വിചാരിച്ചു. വയസ്സ് ബാക്കിൽ പട്ടികളുണ്ട് കേട്ടോ. എനിക്ക് പട്ടികളെ പേടില്ല. ഇതാ നാളക്കുള്ള മട്ടൻ ബിരിയാണി, നാളക്കുള്ള മട്ടനാണ്. തൗഫീഖ് ബിരിയാണി, മുഹമ്മദ് തൗഫീഖ് ബിരിയാണി. അത് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കൂടെ നടക്കുമ്പോൾ പേടിയാവൂലേ? ആ പേടിയില്ല, ചെറിയൊരു ഭയം. പിന്നെ ബുദ്ധിയുള്ളവരാണ് പേടിക്കുക. നീ പേടിക്കില്ല, കാരണം എനിക്ക് ബുദ്ധിയില്ല. വയസ്സുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്ഥലങ്ങൾക്കൊക്കെ വരുന്നത്. കാരണം എനിക്ക് ഹിന്ദി അറിയില്ല. അവിടുത്തെ ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ അത് കേട്ടിരിക്കാന്നല്ലാണ്ട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതിനുള്ള തിരക്കാണോ കാണുന്നത്? പുലർച്ചെ 3 മണിക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്ട്രീറ്റിന്റെ അടുത്ത് പോലും അല്ല, കുറച്ച് ഉള്ളിലേക്ക് നമ്മൾ നടന്നാൽ മാത്രമാണ് ഈ ഒരു സ്പോട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. സ്പോട്ടിന്റെ പേര് തൗഫീഖ് ബിരിയാണി എന്നാണ്. തൗഫീഖ് ബിരിയാണി, പൺ ബിരിയാണി, Buffalo biryani, chicken biryani. Buffalo chicken. Both. 240, 1 kg. Half. Both half. 120. 120. Half. Yeah, both half. നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. ഒരുപാട് പേര് അവിടെ നിന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ടൈമിംഗ് തന്നെയാണ്. കാരണം ഈ ഒരു ടൈമിൽ ജമാ മസ്ജിദ് ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് സ്പോട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോഴാണ് ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത്രയധികം ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രൈസ് ഭയങ്കര കുറവാണ്, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ വർക്കേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫുഡ് സ്പോട്ടാണിത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് നല്ല ബിരിയാണി സ്പോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ബഡ്സ് ആയിരിക്കുമല്ലോ. പുലർച്ചെ 3 മണിക്ക് വേറെ ജമാ മസ്ജിദിന്റെ അടുത്ത് വേറെ ഫുഡ് സ്പോട്ട് ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വന്ന് കഴിച്ചു നോക്കാം. നമുക്ക് വയറ് നിറയെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത് നല്ലതാണെന്ന് പറയാന്നല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. എനിക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. വരാ കഴിക്കുക ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ബഡ്സ് ആണ്. ഇവരുടെ സർവീസ് ഒക്കെ അടിപൊളിയാണ്, നല്ല രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കും ഒക്കെ സെയിം പ്രൈസ് തന്നെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഹലോ വൈസേ, നിനക്കെന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് ബിരിയാണി? ചിരിച്ചിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് എന്താ വേണമെങ്കിലും പറഞ്ഞോളൂ. ചിക്കന്റെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം പോത്തിന്റെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഇഷ്ടായോ? പറഞ്ഞില്ല, ഇഷ്ടായില്ല. പിന്നെ കംപ്ലീറ്റ് ആണ് നമുക്ക് എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ താഴ്ത്താണ്. അപ്പൊ നമുക്ക് ഈ ബിരിയാണി തിന്നിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നെഗറ്റീവ് മുഖത്തിൽ എക്സ്പ്രഷൻ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൽഹി ഇടി നീ നേരിടേണ്ടി വരും. ഇതിന് ടേസ്റ്റ് വൈസ് ഞാൻ വലിയൊരു സംഭവമായിട്ട് പറയണില്ലെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ഒരു രക്ഷയില്ല. ഡൽഹിയിലുള്ള സ്റ്റുഡൻസിനൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിന് ബിരിയാണി കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. കാരണം വെറും 120 രൂപക്കാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ബീഫായും ചിക്കനായാലൊക്കെ ഒരു സെർവ് ചെയ്യണത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി തന്നെ റൈസ് അവർ സെർവ് ചെയ്യണം. 120 രൂപക്ക് 1/2 കിലോ ബിരിയാണിയാണ് കേട്ടോ അവർ സെർവ് ചെയ്യണത്. ഇവിടുത്തെ സർവീസ് ആയാലും അടിപൊളിയാണ്. ഇപ്പോൾ രാത്രി ഈ സമയത്തുള്ള തിരക്ക്, നമ്മൾ വന്നപ്പോൾ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ 2 സൈഡിലും ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്.
ഇതാണ് കേട്ടോ നമ്മുടെ സ്പോട്ട്. കുറച്ച് ഉള്ളിലേക്ക് വരണം. ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് ആൾക്കാർ പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ഫൈനലി ജമാ മസ്ജിദിൽ നിന്ന് നമ്മളിതാ തിരിച്ച് റൂമിൽ പോകാൻ പോണ്. പക്ഷെ ഇപ്രാവശ്യം പോകുന്നത് നമ്മൾ യൂബറിലോ അല്ലെങ്കിൽ ബ്ലൂ സ്മാർട്ടിലോ ഒന്നുമല്ല. ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. സാഹസികം കുറച്ച് കൂടട്ടെ എന്ന് വിചാരിച്ചു. ഓവൈസ് ഇയാൾക്ക് ഉണ്ടാവില്ലേ നമ്മളെ വഴിയിലിറക്കി വിടോ പറച്ചോനെ. ഇതിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലൈറ്റ് ഇല്ല. കണ്ട ഒരു ലൈറ്റും ഇല്ല. ഹീസ് അവർ റോക്കി ബായ് ബായ് പോവല്ലേ. എന്താ മാസല്ലേ ഐസ അവിടെ എത്തോ. അയ്യാ ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ്. And then handbrake. കണ്ടാ ഓടിക്കണൊക്കെ നിസ്സാര സംഭവത്തിലൊന്നല്ല. നോക്കേ നമ്മുടെ പ്രായമുള്ള തോന്നണല്ലേ. നമ്മുടെ പ്രായമുള്ള വയ്യ. യുവർ ഓൾഡ്. ഹൗ ഓൾഡ് ആർ യു? ആളൊന്നും പറയണില്ല. 20 വയസ്സായിട്ടുള്ളൂ. 20 വയസ്സായിട്ടുള്ളൂ കേട്ടാ. പൈസ നിന്റെ പ്രായം. നമുക്ക് പിന്നെ പണ്ടേ കുറച്ച് കൗതുകം കൂടുതലാണല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിൽ തന്നെ റൂം വരെ പോവാന്ന് വിചാരിച്ചത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളിക്ക് വഴി അറിയാത്തതും ഗൂഗിൾ മാപ്പ് നമ്മൾ ചതിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങേണ്ടി വന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈ ഒരു റൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഡൽഹിയിലാകെ 2 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് സ്ട്രീറ്റും കവർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നെങ്കിലും നമുക്ക് ആകെ 2 ഫുഡ് സ്ട്രീറ്റേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.